ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് നിർവാണയാണ്. എനിക്കിവിടെ ആഗോലി മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവോലി വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് മീനാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം ഞാൻ അരമണിക്കൂറിന് ശേഷം ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇതേപോലെ തണ്ടോട് കൂടി തന്നെയാണ് ഇത് കഴുകിയിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലേക്കാണ് നമ്മൾ ആവോലി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവോലിയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചെടുത്തിട്ടുള്ളത്. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഒരു വലിയ വാഴയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ആവോലി വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കേട്ടോ, അത് അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആവോലിയുടെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ. ഇനി നമ്മളിതിലേക്ക് ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും ആ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെ ആ ടേസ്റ്റൊക്കെ നമ്മുടെ ആവോലിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു 8 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ആവോലിയൊക്കെ ചുമ്മാ ഫ്രൈ ചെയ്ത് കഴിക്കാതെ എല്ലാവരും നിർവാണയാക്കി കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതായിരിക്കും. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.